നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്നുള്ള പ്രോഗ്രാമിൻ്റെ കഴിഞ്ഞ സെഷനിൽ ഡയറി റൈറ്റിങ്ങിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ട് പരാമർശിച്ചു. അപ്പോൾ ഡയറി എങ്ങനെ എഴുതണം? ഡയറി യഥാർത്ഥത്തിൽ നമ്മുടെ സെൽഫ് ഒബ്സർവേഷൻ്റെ ഒരു റെക്കോർഡാണ്. നമ്മുടെ ഉള്ളിലെല്ലാം ആ ഒബ്സർവർ ഉണ്ട്, അത് നമുക്കറിയാം. നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ ജാഗ്രത അവസ്ഥയിൽ നമ്മൾ ലോകത്തെ ഒബ്സർവ് ചെയ്യുന്നു. എല്ലാത്തിനെയും കുറിച്ചിട്ട് നമുക്ക് വ്യക്തമായിട്ടുള്ള അഭിപ്രായങ്ങളും ഉണ്ടാവാറുണ്ട്. ജാഗ്രത അവസ്ഥയിൽ നമ്മൾ ഒബ്സർവേഷൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളാണ്, പഞ്ചേന്ദ്രിയങ്ങളാണ്. നമ്മളെ തന്നെ ഒബ്സർവ് ചെയ്യുമ്പോൾ ഈ ഇന്ദ്രിയങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുമോ? ഇത് നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കാണുന്ന ലോകം നമ്മുടെ ഒബ്സർവേഷനാണ്. പലപ്പോഴും നമ്മൾ ആ ലോകത്തെ ജഡ്ജ് ചെയ്യുന്നു, വിലയിരുത്തുന്നു. എല്ലാവർക്കും ഒരേപോലെയുള്ള ഒബ്സർവേഷനല്ല. അതുപോലെ തന്നെ ഒരേ ആൾക്ക് തന്നെ പല സമയത്തും പല ഒബ്സർവേഷൻസാണ്. നമുക്കൊരു ഉദാഹരണം എടുക്കാം. നമുക്കൊരു വ്യക്തിയോട് ദേഷ്യം തോന്നി എന്ന് വിചാരിക്കും. അപ്പോൾ ആർക്കാണ് ഈ ദേഷ്യം തോന്നിയത്? അപ്പോൾ ഞാൻ എൻ്റെ കുട്ടിയോട് ദേഷ്യപ്പെടുന്നു, പഠിക്കാത്തതിന് ദേഷ്യപ്പെടുന്നു. അവിടെ ദേഷ്യത്തിൻ്റെ കാരണം സ്നേഹമാണ്. ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളോട് ദേഷ്യപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ കാരണം സ്നേഹമാണോ? പലപ്പോഴും ആവണമെന്നില്ല. വെറുപ്പാവും, ഇറിറ്റേഷനാവാം, നമ്മുടെ മുൻവിധികളാവാം. അപ്പോൾ നമ്മൾ ഡയറിയിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ തരത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, ഒബ്സർവേഷൻസ്, എനിക്ക് ഈ വ്യക്തിയെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല, വ്യക്തിയോട് ദേഷ്യം തോന്നി, ഈ ഭക്ഷണം ഇഷ്ടമായില്ല, ഈ സ്ഥലം ഇഷ്ടമായില്ല, വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് നമ്മളത് ഡയറിയിൽ എഴുതാം, മറന്നു പോവുക, വിസ്മരിക്കാം. പിന്നീട് ഒരിക്കൽ നമ്മൾ എടുത്ത് വായിക്കുമ്പോൾ, പറ്റുകയാണെങ്കിൽ മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 2 ആഴ്ചയിലൊരിക്കൽ എടുത്തിട്ട് വായിക്കുമ്പോൾ നമ്മൾ കടന്നു പോയിട്ടുള്ള ആ അനുഭവങ്ങൾ നമ്മളെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. നമുക്ക് ഏറ്റവും സന്തോഷം നൽകിയിട്ടുള്ള അവസരങ്ങളെ സ്മരിച്ചു നോക്കൂ. അത് നമ്മുടെ ഏറ്റവും ഹയ്യസ്റ്റ് വേർഷൻ്റെ മാനിഫെസ്റ്റേഷനാണ്. നമ്മുടെ ഉള്ളിലുള്ള ഏറ്റവും നല്ല വ്യക്തിയുടെ ഒരു തരത്തിൽ, ഒരു ലെവൽ വരെ ഒരു ഹയ്യസ്റ്റ് വേർഷൻ്റെ എക്സ്പ്രഷനാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനേക്കാളും ഉയർന്ന വേർഷൻസ് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ആ സമാധാനം നമുക്ക് ദിവസത്തിൽ റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക. ഞാൻ എൻ്റെ ഫാമിലിയുമായിട്ട് നല്ല ഒരു സമയം സ്പെൻഡ് ചെയ്ത് ദിവസം ആലോചിച്ചു അല്ലെങ്കിൽ സമയം ആലോചിച്ചു, അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ അവെയർ ആകുമ്പോൾ, നമ്മുടെ ഒബ്സർവേഷൻസിനെ പറ്റിയിട്ട് നമ്മൾ അവെയർ ആകുമ്പോൾ തന്നെ നമുക്ക് ഈ കറക്ഷൻ സംഭവിക്കുന്നു. ഇതല്ലല്ലോ എൻ്റെ ഹയ്യസ്റ്റ് വേർഷൻ, ഇതല്ലല്ലോ ഞാൻ എൻ്റെ സ്നേഹം നിറഞ്ഞ സ്വഭാവത്തിൽ പ്രകടമാക്കിയത്. ക്രമേണ അവെയർനെസ് വരാൻ തുടങ്ങുന്നു. നമ്മളത് സ്വയം റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. നമ്മുടെ ഹയ്യസ്റ്റ് പേഴ്സണാലിറ്റി റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ വടംവലികൾ നടക്കുന്ന പേഴ്സണാലിറ്റീസിൻ്റെ റിഫ്ലക്ഷനായിരുന്നു ഈ ലോകം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. സഹജമാർഗത്തിലെ ഗുരുനാഥനായിട്ടുള്ള ബാബുജി മഹാരാജ് പറഞ്ഞു, വേൾഡ് ഇസ് എ മിറർ. നമ്മളെ റിഫ്ലക്റ്റ് ചെയ്യുന്നു ലോകം. നമ്മൾ ഏത് സ്ഥിതിയിലാണ് എന്നുള്ളത് ലോകം നമുക്ക് കാണിച്ചു തരും. അതുകൊണ്ട് നമ്മൾ ഡയറിയിൽ എന്ത് എഴുതിയാലും അത് നമ്മളെക്കുറിച്ച് തന്നെ ഉള്ള കാര്യങ്ങളാണ്. ക്രമേണ നമ്മൾ കറക്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു. നമ്മുടെ ഹയ്യസ്റ്റ് പേഴ്സണാലിറ്റീനെ നമ്മൾ ജീവിതത്തിൽ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ലോകം നമ്മുടെ മുമ്പിൽ മാറി വരുന്നതായിട്ട് കാണും. മുമ്പേ നമുക്ക് വിഷമമെന്ന് തോന്നിയിട്ടുള്ള സാഹചര്യങ്ങൾ പിന്നീട് വിഷമമില്ലാതെയായിട്ട് മാറുന്നു. നമുക്ക് പിന്നെയും ഒരേ കാര്യം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഞാൻ ട്രെയിൻ കയറി, കാസർഗോഡ് നിന്നാണ് ട്രെയിൻ കയറി, പിറ്റേ ദിവസം രാവിലെ ഞാൻ കാസർഗോഡ് തന്നെ ട്രെയിൻ നിൽക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ മുന്നോട്ട് പോയിട്ടില്ല എന്നതാണ്. അതുപോലെ ഒരേ അനുഭവം, എനിക്ക് ഈ വ്യക്തിയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല, എനിക്ക് ഈ ഭക്ഷണവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല, എനിക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ഈ ജോലി ഇഷ്ടമല്ല,
ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിപ്പീറ്റഡായിട്ട് നമ്മുടെ ഡയറിയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആ സ്റ്റേഷനിൽ നിന്ന് മുന്നോട്ട് പോയിട്ടില്ല എന്നാണ്. നമ്മളെപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ളൊരു പ്രേരകം വസ്തുവായിട്ട് ഈ ഡയറി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഈ ലോകം, നമ്മൾ കാണുന്ന ലോകം, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഇംപെർഫെക്ഷൻസിൻ്റെ പ്രകടനമാണ് എന്നുള്ളൊരു പ്രോവർബുണ്ട്. അവിടെ പെർഫെക്ഷൻ്റെ അല്ല, ഇംപെർഫെക്ഷൻസിൻ്റെ. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥിതിയിൽ ലോകത്തിൽ ഒരിക്കലും ഇംപെർഫെക്ഷൻ കാണാൻ സാധിക്കില്ല. സൂര്യന് അന്ധകാരം കാണാൻ സാധിക്കും? തീർച്ചയായും സാധിക്കില്ല. അപ്പോൾ നമ്മൾ അന്ധകാരം കാണുന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? അത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അന്ധകാരമാണ്. സൂര്യനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ നിഴൽ കാണില്ല. നമ്മൾ നിഴൽ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ സൂര്യനോട് പുറം തിരിഞ്ഞിരിക്കുന്നു എന്നതാണ്. ആ നിഴൽ നമ്മുടേതാണ്. അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ ചേഞ്ച് ചെയ്യേണ്ട, കറക്റ്റ് ചെയ്യേണ്ട, ട്രാൻസ്ഫോം ചെയ്യേണ്ട ആ പ്രാധാന്യം മനസ്സിലാക്കാൻ തുടങ്ങുന്നു. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ലൈഫിന് പുതിയൊരു ഡയറക്ഷൻ ലഭിക്കുന്നത്. ഇതിന് ശേഷം നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ കറക്ഷൻസ് കൊണ്ടുവരാൻ സാധിക്കും, എങ്ങനെയാണ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുക, അതേക്കുറിച്ചിട്ട് നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാം. നന്ദി, നമസ്കാരം.